അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായ വലിയൊരു ഫോളിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിരിക്കുന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി 50-യിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നിഫ്റ്റി 50-യിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വില താഴേക്ക് വന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. മറ്റൊരു കാര്യം പറയാം, ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലുള്ള നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകൾ എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റലി അത്യാവശ്യം നല്ല സ്റ്റോക്കുകളായിരിക്കും നിഫ്റ്റി 50-യിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത്ര വലിയൊരു ക്രൈസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി അതിന് അത്രയും വലിയൊരു പ്രോബ്ലം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുകളിലേക്ക് തന്നെ പോകുന്ന സ്റ്റോക്കുകളാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാൻ കൺസിഡർ ചെയ്യാം, ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. ഇപ്പോൾ നിഫ്റ്റി 50-യിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ചെറിയൊരു വീഡിയോയുടെ ഉദ്ദേശം. കാരണം ലാർജ് ക്യാപ്പിലുള്ള ഒരുപാട് നല്ല സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിലുള്ളൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്ക്രീനിലേക്ക് പോവാം. എക്കണോമിക് ടൈംസിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കിവിടെ ടോപ്പ് ലോസ് നിഫ്റ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് എക്കണോമിക് ടൈംസിൻ്റെ ആ ഒരു സൈറ്റ്. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ ഇവിടെ NSE ആണ്. നിഫ്റ്റി 500 അല്ല, നമുക്ക് നിഫ്റ്റി 50 മാത്രം മതി. 1 ഡേ അല്ല, നമുക്ക് ഏകദേശം ഒരു 1 മന്ത് അല്ലെങ്കിൽ 3, നമുക്ക് ആദ്യം 1 മന്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് 3 മന്ത്സ് നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ താഴേക്ക് വന്നിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസ് ആണ്. 16.46%, 16.46% ആണ് അദാനി എൻ്റർപ്രൈസസ് താഴേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അദാനിയുടെ എല്ലാ സ്റ്റോക്കുകളും താഴേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അദാനി പോർട്സ് 12% താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അദാനിയുടെ തന്നെ NDTV അങ്ങനെയുള്ള അദാനിയുടെ ഒരുപാട് സ്റ്റോക്കുകൾ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു സൗരോർജ്ജ പദ്ധതിക്ക് കരാർ ലഭിക്കാനായിട്ട് US-ലെ ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന പ്രശ്നം. അതും $250 മില്യൺ കൈക്കൂലി കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2100 കോടി രൂപ വരും. 16,000 കോടി രൂപ ലാഭം ലഭിക്കാവുന്ന ഒരു കോൺട്രാക്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2100 കോടി രൂപ കൈക്കൂലി കൊടുത്ത് ആ കോൺട്രാക്ട് സ്വന്തമാക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള സാഗർ അദാനിയും ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിലുള്ള 7 പേർക്കെതിരെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് വന്നതോടുകൂടി അദാനി ഗ്രൂപ്പിലെ ഒരുപാട് എല്ലാ സ്റ്റോക്കുകളും താഴേക്ക് വന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ അദാനി ഗ്രൂപ്പിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായിട്ടുള്ള അദാനി എൻ്റർപ്രൈസസ് മാത്രം ഏകദേശം 18.4%, അതുപോലെ അദാനി പോർട്സ് 12.3%, അദാനി എനർജി സൊല്യൂഷൻസ് ഏകദേശം 20%, അതുപോലെ അദാനി ഗ്രീൻ എനർജി 18.54%, അദാനി പവർ 18.56%, അദാനി ടോട്ടൽ ഗ്യാസ് 18.15%, അംബുജ സിമെന്റ്സ് 15%, അദാനി വിൽമർ ഏകദേശം 10%-നടുത്ത് ഇടിഞ്ഞിട്ടുണ്ട്, ACC 12%, NDTVയുടെ ഷെയർസും ഏകദേശം 10%-ൽ കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവാദമൊക്കെ എങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് സർവൈവ് ചെയ്യുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതിലൊരു തീരുമാനമാകുന്നവരെ അദാനി ഷെയർ പ്രൈസസ് മുകളിലേക്ക് തിരിച്ചു കയറി വരാനുള്ള സാധ്യത കുറവാണ്. സോ തൽക്കാലം അതിലേക്ക് അധികം നോക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് ഏകദേശം 15.98% താഴേക്ക് വന്നിട്ടുണ്ട്. ബ്രിട്ടാനിയ നോക്കുകയാണെങ്കിൽ 12.69% താഴേക്ക് വന്നിട്ടുണ്ട്. കോൾ ഇന്ത്യ 9.86%, ട്രെൻഡ് 8.57%, ബജാജ് ഓട്ടോ 8.43%, ടാറ്റ മോട്ടോഴ്സ് 7.61%, അതുപോലെ SBI ലൈഫ് 7.13%, ഡോക്ടർ റെഡ്ഡീസ് 6.94%, ബജാജ് ഫിൻസർവ് 6.88%. അപ്പോൾ 1 മന്തിൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഒരു 6% മുകളിലേക്ക് ഇടിഞ്ഞിട്ടുള്ളത്. സ്റ്റോക്കുകളുടെ കാര്യം പറയുമ്പോൾ കുറച്ച് ആളുകൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏഞ്ചൽ വൺ ബ്രോക്കർ എങ്ങനെയുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാവുന്നുള്ളൂ. അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിട്ടുള്ളതൊന്നുമില്ല. നമ്മളിങ്ങനെ ബ്രോക്കർ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രേഡിന് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല, അതിന് പേന മാറുന്ന പോലെ ഉള്ളൂ. കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മുടെ വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ടൊരു പാരമ്പര്യമുള്ള ബ്രോക്കേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ ഇൻട്രാഡേ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ ലിവറേജ് നമുക്ക് കിട്ടുന്ന ബ്രോക്കറേജ് ഒക്കെ കുറവുള്ള ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ മിനിമം നിങ്ങൾക്കൊരു 2 to 3 ബ്രോക്കർ അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ഒന്ന്, നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർഷങ്ങളായി സേവനമുള്ള നല്ലൊരു ബ്രോക്കറെ കണ്ടെത്തി അതിലേക്ക് നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ മറ്റൊരു ബ്രോക്കർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതും നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൺഫ്യൂസ് ആയി പോകാതിരിക്കാൻ സ്വിംഗ് ട്രേഡ് സെപ്പറേറ്റ് ഒരു ബ്രോക്കറേജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ബ്രോക്കറേജ് ഏറ്റവും കുറവുള്ളതും
ഗ്രോത്തും നല്ല ലിവറേജ് കിട്ടുന്നതായിട്ടുള്ള ബ്രോക്കറിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഏഞ്ചൽ വൺ എന്ന് പറയുമ്പോൾ 1996 മുതൽ ഈ ഒരു ഫീൽഡിലുള്ള ഒരു ബ്രോക്കറാണ്. ഏകദേശം 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രോക്കറും കൂടിയാണ്. ഇതിന്റെ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും ബ്രോക്കറേജ് ഇല്ല. അതുപോലെ നമ്മൾ ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 30 ദിവസം ഇൻട്രാഡേ, F&O, കമ്മോഡിറ്റീസ്, കറൻസി ട്രേഡ്സ് ഇതിനെല്ലാം 0 ബ്രോക്കറേജ് ആണ് ചാർജ് ചെയ്യുന്നത് ഫസ്റ്റ് 30 ഡേയ്സ്, അതും ഡിഫറെന്റ് എക്സ്ചേഞ്ചസിൽ. അതുപോലെ ആദ്യത്തെ ഒരു വർഷത്തേക്ക് മെയിൻ്റനൻസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് കുറെ അഡ്വാൻസ് ട്രേഡിംഗ് ടൂൾസ് ഉണ്ട്. സ്മാർട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഏഞ്ചൽ സ്പീഡ് പ്രോ, സ്മാർട്ട് API, അതുപോലെ ഇവർ പേഴ്സണലൈസ്ഡ് പോർട്ട്ഫോളിയോ ട്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ആ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഏഞ്ചൽ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. തിരിച്ച് നമ്മുടെ സ്റ്റോക്സിലേക്ക് വരുമ്പോൾ നമുക്കിതിനകത്ത് ഏഷ്യൻ പെയിൻസിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഏഷ്യൻ പെയിൻസിൻ്റെ അതിന് ട്രേഡിംഗ് വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏഷ്യൻ പെയിൻസിൻ്റെ മന്ത്ലി ചാർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് വീക്ക്ലി ചാർട്ട് എടുക്കാം. ഇപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ വീക്ക്ലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ചെയ്ത് അത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തൊരു സപ്പോർട്ട് റീജിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, സോ ചിലപ്പോൾ ഇനി അടുത്തൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് ഇങ്ങോട്ടേക്കായിരിക്കും അത് വരുന്നത്. സോ മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി ഒന്നും കണ്ടില്ല. ചിലപ്പോൾ 2253 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കൊക്കെ ഇത് വരാം. സോ വാച്ച് ചെയ്യുക. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 2021 ജാനുവരിയിൽ വന്നിട്ടുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് 4 വർഷങ്ങൾക്ക് ശേഷം. സോ ഏഷ്യൻ പെയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണെന്ന് തന്നെ പറയാം. കാരണം ഫണ്ടമെൻ്റലി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് വില ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോകാറുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2022 ജൂണിൽ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇത്രത്തോളം ഈ ഒരു പ്രൈസിലേക്ക് വരുന്നത് ഇപ്പോൾ 2024 അടുത്ത ബ്രിട്ടാനിയയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടാനിയ ഒരു ട്രെൻഡ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. നമുക്കത് വരച്ച് നോക്കാം. ഏകദേശം ഒരു ട്രെൻഡ് ലൈനിലാണ് ബ്രിട്ടാനിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 മുതലുള്ളൊരു ട്രെൻഡ് ലൈനാണിത്. ഇവിടെയൊക്കെ താഴേക്ക് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ എത്തിയപ്പോൾ ട്രെൻഡ് ലൈനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പിന്നീട് അത് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്ത് കുറച്ച് നാൾ, അത് കഴിഞ്ഞ് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും അത് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ വീണ്ടും താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ചെറുതായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഇത് ചിലപ്പോൾ മുകളിലേക്ക് തന്നെ കയറി ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് മുകളിലേക്ക് കയറുന്ന ആ ഒരു അവസരത്തിൽ വേണമെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അടുത്തത് കോൾ ഇന്ത്യ നോക്കാം. കോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് 2023 ഓഗസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ പോക്കാണ് മുകളിലേക്ക്. 2024 ഓഗസ്റ്റ് വരെ ഏകദേശം ഒരു വർഷക്കാലം ഇത് പ്യുവർ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്കാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2024 ഓഗസ്റ്റ് മുതലാണ് ഇത് താഴേക്ക് വരാൻ തുടങ്ങിയത്. നല്ല രീതിയിൽ വന്ന് ഏകദേശം 542 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിൽ നിന്ന് താഴേക്ക് വന്ന് 400 വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 400 പ്രൈസ് റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 400 എന്ന് പറയുന്നതിൻ്റെ ഒരു സപ്പോർട്ട് റീജിയൻ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2024 ജനുവരി വരെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിരുന്ന ഒരു ലൈനാണിത്. 2024 ജനുവരിയിൽ അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ അതൊരു സപ്പോർട്ടായിട്ടാണ് ആ ഒരു ലൈൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് മുകളിലേക്ക് പോകുമോ എന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ ചാടിക്കയറി ഒന്നും വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സപ്പോർട്ടിന് വലിയ രീതിയിൽ ഒരു ബ്രേക്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ലൈനിൽ താഴേക്ക് പോയി നോക്കണ്ട. കാരണം സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലൈൻ അല്ല, ഒരു റീജിയൻ ആണ്. അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വരാം. ഇത് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. സോ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തത് ബജാജ് ഓട്ടോ ആണ്. ബജാജ് ഓട്ടോയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ബജാജ് ഓട്ടോയിൽ നമ്മൾ കോൾ ഇന്ത്യയുടെ കാര്യത്തിൽ കണ്ട പോലെ തന്നെ ഏകദേശമുള്ളൊരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത്. ആ ഓഗസ്റ്റിന് ശേഷമാണ് 2023 ഓഗസ്റ്റിന് ശേഷമാണ് ഇത് മുകളിലേക്ക് പോയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ തൊട്ടാണ് ഇത് താഴേക്ക് വരാൻ തുടങ്ങിയത്. 12,658 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് താഴേക്ക് വന്ന് 9,206 എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം 3,000 റുപ്പീസിൻ്റെ ഒരു ഇടിവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇതിനിയും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നു. കാരണം ഒറ്റയടിക്കുള്ളൊരു ഹൈക്ക് വന്നതാണ്.
സോ ഇതിനകത്ത് ഇപ്പോഴേ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വാച്ച് ചെയ്യുക എത്രത്തോളം താഴേക്ക് വരുമെന്ന്, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ട്രെൻഡിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ സിമിലർ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം ആ ഒരു ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അതുപോലെ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ മുതലാണ് താഴേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് നോക്കാം, NTPC. NTPCയും സെയിം തന്നെയാണ് അവസ്ഥ. 2023 ഓഗസ്റ്റ് മുതൽ മുകളിലേക്ക് പോയിട്ടുണ്ട്, സെപ്റ്റംബർ ആയപ്പോഴേക്കും താഴേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഈ സ്റ്റോക്കുകളെല്ലാം. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം നമുക്കറിയാം, അതിൻ്റെ ക്വാർട്ടറിലെ സെയിൽസിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രത്തോളം ഇടിഞ്ഞത്. എന്നാലും ടാറ്റ മോട്ടോഴ്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇനി കയറി വരും. ടാറ്റ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രമാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ പോകും. കാരണം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഇപ്പോൾ നല്ലൊരു ഹോൾഡ് ടാറ്റ മോട്ടോഴ്സിനുണ്ട്. സോ തീർച്ചയായിട്ടും ഇത് തിരിച്ച് കയറി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് ഹോൾഡ് ചെയ്യാം. അടുത്തത് ഡോക്ടർ റെഡ്ഡീസ് ആണ്. ഡോക്ടർ റെഡ്ഡീസിൻ്റെ ചാർട്ടിൽ എന്താ അവസ്ഥയെന്ന് നോക്കാം. ഡോക്ടർ റെഡ്ഡീസിന് കണ്ടൊരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്കിന്ന് വരച്ച് നോക്കാം, അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റെഡ്ഡീസ് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെൻഡ് ലൈൻ 2018 മുതൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്താണ് റെഡ്ഡീസ് പോകുന്നത്. 2020 കൊറോണ ടൈമിൽ ചെറിയ രീതിയിൽ താഴേക്ക് വന്നു, പക്ഷേ എന്നാലും അതിനെ വലിയ രീതിയിൽ ബാധിച്ചില്ല. റിക്കവറായി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് റെഡ്ഡീസ്. റെഡ്ഡീസ് നമുക്ക് ഇവിടെ നിന്ന് ഇത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് നീങ്ങി തുടങ്ങുമ്പോൾ റെഡ്ഡീസിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. 1209 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. അത് 1418 വരെ 2020 ഓഗസ്റ്റിൽ 1415 വരെ പോയിട്ട് ഓഗസ്റ്റ് മുതലാണ് ഈ താഴേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1194, 1180 എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് 3 മാസം ടൈം പീരീഡിൽ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ടെന്ന് നോക്കാം. 3 മാസം ടൈം പീരീഡിലും അദാനി എൻ്റർപ്രൈസസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് വന്നിട്ടുള്ളത്. 28.4% ആണ് താഴേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇൻഡസിൻഡ് ബാങ്ക് ആണ്, പിന്നെ ടാറ്റ മോട്ടോഴ്സ് ആണ്, കോൾ ഇന്ത്യ 22% താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അദാനി പോർട്സ് ആണ് 22%, ONGC 22%, ടാറ്റ കൺസ്യൂമർ 21%, ഏഷ്യൻ പെയിൻറ്റ്സ് 21%, SBI ലൈഫ് 16%, BPCL 15%, RIL 14%, ബ്രിട്ടാനിയ 14.33%, ഡോക്ടർ റെഡ്ഡീസ് 12.92%. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ സ്റ്റഡീസ് നടത്തിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നിങ്ങൾക്ക് ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് വലിയ പേടിയില്ലാതെ കുറച്ച് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. കാരണം ഇന്ന് കുറച്ച് താഴേക്ക് പോയാലും നാളെയോ അത് കഴിഞ്ഞോ ഇത് മുകളിലേക്ക് തന്നെ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. സോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ, ഒരു ഡൗൺഫോളൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതും അതിനനുസരിച്ച് റിക്കവർ ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. സോ ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിലക്കുറവ് വന്നിട്ടുള്ള നിഫ്റ്റി 50യിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞ ഏഞ്ചൽ വൺ ബ്രോക്കിങ്ങിൻ്റെ കാര്യം, അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനാവശ്യമുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. So I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I'm Adil Hussain, signing off.